കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളാണെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് ഒരു ചങ്ങനാശ്ശേരിയിലെ ഒരു വീടിൻ്റെ മണ്ടയ്ക്കത്തെ ഒരു റൂഫ് വർക്ക് ചെയ്തത്. അത് ഓടാണ്, നമ്മുടെ നാട്ടിലെ മണ്ണോടാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. എന്നാലും അത് ചെയ്തപ്പോൾ ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്കത്തെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡ് ഹൈറ്റുകളൊന്നുമില്ല, നേരെ കോൺക്രീറ്റ് ലോഡ് നേരെ ഇറക്കി അങ്ങ് പിടിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ആ റൂഫിൻ്റെ സ്ക്വയർ അങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു. അതിൻ്റെ വർക്കുകൾ അങ്ങനെയായിരുന്നു. അന്നേരം ഇതിൻ്റെ വീടിൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ രണ്ട് അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്ത് ഏകദേശം ഒരു 5 അടിയോളം തള്ള് അവർ ഇട്ടിട്ടുണ്ട്. അത് മുറിയുടെ ബെഡ്റൂമിൻ്റെ 2 സൈഡത്തെ ഇങ്ങോട്ട് ഇങ്ങേപ്പുറത്താണെങ്കിൽ ഒരു ബാത്റൂമാണ്, അങ്ങേപ്പുറത്തൊരു മുറിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇച്ചിരി തള്ള് കൂടുതലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ വർക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഇത് അവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണ്ട, ഇത് നേരെ ഒറ്റ ലൈനിൽ അങ്ങ് വിടാൻ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബീമൊക്കെ അടിച്ചാണ് ഞങ്ങളത് ആ റൂഫ് വർക്കൊക്കെ ചെയ്തത്. എന്തായാലും അത് കഴിഞ്ഞ് ഒരു സ്റ്റെയർ കേസൊക്കെ ഉണ്ടാക്കി. സ്റ്റെയർ കേസിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞിട്ട് അത് നടക്കുമ്പോഴത്തേക്കിന് മേളിലാണെങ്കിൽ ഞങ്ങൾക്കൊരു ടാങ്ക് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി അതിനകത്ത് സ്ക്വയറിൻ്റെ ഒരു ടാങ്കൊക്കെ ഞങ്ങൾ അതിന് മണ്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്. അന്നേരം അത് വെച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ വലിയ പ്രയാസമാണ്. അന്നേരം അവർ പറഞ്ഞു അതിൻ്റെ മണ്ടയ്ക്കൂടെ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ മണ്ടയ്ക്കൂടെ 1.5 സ്ക്വയർ ട്യൂബ് അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നെറ്റൂടെ വെച്ച് കഴിഞ്ഞാൽ അഥവാ ഒന്ന് നടക്കണമെങ്കിൽ പിടിച്ചൊന്ന് നടക്കണമെങ്കിൽ അങ്ങനെ നടന്നു പോകും. അല്ലെങ്കിൽ സൈഡിൽ ഇച്ചിരി സ്പേസ് നടക്കാൻ ഇച്ചിരി സ്പേസേ ഉള്ളൂ. അന്നേരം അതിൻ്റെ സെൻറ്ററിലാണ് ഞങ്ങൾ റൂഫ് വർക്കിന് വേണ്ടി ഞങ്ങൾ സെൻറ്ററിൽ ഞങ്ങൾ കാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റൊക്കെ കൊടുത്ത് വെച്ചിരിക്കുക. അന്നേരം അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരിച്ചിരി പ്രയാസം തോന്നും. അന്നേരം അവിടുന്ന് എന്തെങ്കിലും ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞാലാണ് ഞങ്ങളത് ഒരു സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിന് നെറ്റടിക്കണം തീരുമാനിച്ചത്. ആ നെറ്റടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് സ്ക്വയർ ട്യൂബ് 1.5 സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 5 അടി തള്ളാണ് വരുന്നത്. അന്നേരം നെറ്റിൻ്റെ വീതി 5 അടിയാണ്. പിന്നെ നീളം നമുക്ക് ഏകദേശം 26 അടിയോ 27 അടിയോളം നീളം മൊത്തം വരുന്നുണ്ട്. അത് നടുക്കൂടെ ഞങ്ങൾ ഒരു ചെറിയൊരു ഞങ്ങൾ ബീമിന് സപ്പോർട്ടായിട്ട് ഞങ്ങളൊരു പീസ് അടിച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നി പോകാതിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു പീസ് ഞങ്ങൾ ഒരു സപ്പോർട്ടായിട്ട് അടിച്ചിട്ടുണ്ട്. അന്നേരം അതിന് ഇടയ്ക്കത്തെ വീതി നോക്കിയിട്ട് നീളക്കൂടുതലാണ് അങ്ങോട്ടുള്ളത്. ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നത് വീതിയുള്ള ഭാഗമാണ്, ഏറ്റവും നീളം കൂടുതലുള്ള ഭാഗമാണ് ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നത്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 5 അടി നീളത്തിന് ഏകദേശം ഒരു 17 അടിയോളം നീളമുണ്ട്. ആ 17 അടി നീളം ആദ്യമേ ഞങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ടും അത് ഇങ്ങേപ്പുറത്താണെങ്കിൽ ഒരു ഡോറൊക്കെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോറിൻ്റെ ചെയ്യുന്ന പണിയാണ്. ആദ്യമേ ഞങ്ങളാണെങ്കിൽ നെറ്റിൻ്റെ പണി ചെയ്തു, നെറ്റൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ പേര് ലോറി ഇഞ്ചസ് എന്നാണ് പറയുന്നത്. ഈ ലോറി ഇഞ്ചസ് 5 എണ്ണം മേടിച്ചിട്ട് 3 എണ്ണം സെൻറ്ററിലും കൊടുത്ത് 2 എണ്ണം അതിൻ്റെ മേളിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം അകത്തും 3 എണ്ണം വെളിയിലുമാണ് ഇഞ്ചസ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അത് ഒരു മടക്കി വയ്ക്കാൻ വേണ്ടി. പക്ഷേ ഈ ഡോറാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ തുറക്കുമ്പോൾ തുറക്കാൻ പറ്റുകയില്ല. ഈ ഓടിൻ്റെയൊക്കെ വർക്കൊക്കെ ഇങ്ങനെ ചാഞ്ഞ് സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ട്, നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അതിന് തുറക്കുന്ന വെച്ചാൽ നേരെ മേളോട്ട് തന്നെ ഒടിച്ച് അതിൻ്റെ മടങ്ങിയാണ് അത് ഞങ്ങൾ ഡബിൾ ഡോറാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഡോറിൻ്റെ ഒരു വർക്ക് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് അത് ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോക്ക് അത് കാണാം. അത് ഓടലൊന്നും മുട്ടാതെ നമുക്ക് മടക്കി നമ്മൾ പുറകോട്ട് നമുക്കെടുത്ത് വയ്ക്കുന്നത് നമുക്ക് വീഡിയോക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇഞ്ചസ് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കാണ് ഇപ്പം. ഇഞ്ചസിൻ്റെ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോക്സി പെയിൻ്റാണ് ഇപ്പം ഞങ്ങളിപ്പം പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2x2 നെറ്റാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത്.
ഇപ്പം ഞങ്ങളാണെങ്കിൽ ആ പീസല്ല ഞങ്ങളത് മണ്ടയ്ക്ക് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. വലിയ പീസാണ് ആദ്യം ഞങ്ങൾ വെച്ച് കയറ്റി വെൽഡ് ചെയ്ത് വെച്ചിട്ട് ആ ബീമയിലോട്ട് വെച്ച് വെൽഡ് ചെയ്യും. താഴെ നോക്കുമ്പോൾ ബീമിൻ്റെ അടിവശം ഇതെല്ലാം ഒരേ ലെവലിരിക്കും. ഇപ്പോൾ ആ ചെറിയ ഡോറിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഈ ചെറിയ ഡോറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് മടക്കി എടുത്ത് വയ്ക്കാവുന്ന ഒരു ഡോറാണ്. ഇങ്ങേപ്പുറത്താണ് ഏകദേശം 1.5 അടിയോളം വീതിയാണ് 2 സൈഡിലുള്ളത്. പിന്നെ നടുക്കത്തേന്ന് പറഞ്ഞാൽ 5 അടി വീതിയുണ്ട്. ഈ മുടിച്ച് മടക്കി വരുന്ന ഇതിൻ്റെ വീതി, ഇതിൻ്റെ നീളം 52 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തൂടെ അവർക്ക് നാളെ ഒരിക്കൽ എന്തെങ്കിലും ടാങ്കിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയും ടാങ്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് സുഖമായിട്ട് ഇതിനകത്ത് ഇറക്കുകയും കയറ്റുകയും ചെയ്യാം. ഇത് മേളിൽ വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക്. ഇപ്പം ഞങ്ങൾ ആ പീസ് ആ ഡോറുള്ള ഭാഗം ഞങ്ങളത് മേലോട്ട് കയറ്റി വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിന് ചേർന്ന് മുട്ടിയാണ് ഇതിൻ്റെ ആ നീളത്തിൽ വെച്ച് മുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ആ ബീമേ വെച്ചാണ് ഞങ്ങളത് വെൽഡ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് പോകായിരിക്കും. ഇങ്ങനെ സൈഡിലാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്ന ഭാഗം അത് ഒരു ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് അതിനകത്ത് വെച്ച് തൽക്കാലം ചുമ്മാ എടുത്ത് വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോൾ കണ്ടോ, ഈ ഡോർ എന്ന് പറയുന്നത് ഡോർ താത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ താഴോട്ട് വെക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞ ശേഷം നാളെ ഒരിക്കലും ഈ ടാങ്ക് എടുത്ത് താഴെ വെക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ താഴോട്ട് ഇറക്കുകയും കയറ്റുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഇങ്ങനെ ഒരു ഡോർ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളതൊന്ന് അടച്ച് കാണിക്കുക. അടയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഇതിന് ഈ അടപ്പിന് അടിയിൽ മേളിലാണെങ്കിൽ ഒരു മാറ്റി കൊണ്ടുവന്ന സ്റ്റോപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നേരെ താഴോട്ട് പോകത്തില്ല. അത് നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കാരണവശാലും താഴോട്ട് പോകുന്നില്ല. പക്ഷേ നടുക്ക് അത് 2 സൈഡിലും നമുക്ക് 1/2 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബുണ്ട്. 1.5 ഇഞ്ച് കാനമുള്ള സ്ക്വയർ ട്യൂബുണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിൻ്റെ 2 സൈഡിലും ഞങ്ങളത് നീളത്തിന് 5 അടി നീളത്തിൽ മുറിച്ച് വെച്ച് ഞങ്ങൾ വെൽഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ അങ്ങോട്ട് തള്ളി വിടുമ്പോൾ അത് നമുക്കാണെങ്കിൽ ഒരു കാരണവശാലും താഴോട്ട് പോകാതെ അതിൻ്റെ നാളെ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ ഒടിഞ്ഞു പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സൈഡിലോട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തുറക്കാൻ പറ്റത്തില്ല. അതിനാണ് ഞങ്ങളിതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അകത്തോട്ട് തന്നെ ഇരിക്കുന്നതാണ് ആ കാണുന്ന ടാങ്കാണ് ഇതുവഴി ഇറക്കാനുള്ളതാണ്. ഇത് തുറക്കുക അടയ്ക്കുക നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അടുത്ത വീഡിയോ നമുക്കെല്ലാവർക്കും കാണാം.